ഇനി നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റീവ്. ഞാൻ പറഞ്ഞല്ലോ നോമിനേറ്റീവ് ഹൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്തിനാ വന്നിട്ട് നോമിനേറ്റീവ് എന്ന് പറയുന്നത്. നോമിനേറ്റീവിന് ഒരു വലിയ റോളുണ്ട്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ദൻ്റെ ഒരു ഫോർമാറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡെയർ ഉണ്ട്, ഡി ഉണ്ട്, ഡസ് ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, ആ ലാസ്റ്റ് ഡി ആണെങ്കിൽ പ്ലൂറലും ഇവിടുത്തെ ഡി ആണെങ്കിൽ ഫീമെയിൽ വേർഷൻ. ഓക്കെ, പക്ഷേ നമുക്ക് ജർമ്മനിൽ 4 കേസാണ് ഉള്ളത്. ഇപ്പം നോമിനേറ്റീവ് കേസ് ഉണ്ട്, അക്യൂസാറ്റീവ് കേസ് ഉണ്ട്, ഡാറ്റീവ് കേസ് ഉണ്ട്, കിനറ്റീവ് കേസ് ഉണ്ട്. ഓക്കെ, ഈ ഇംഗ്ലീഷിൽ ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. ജർമ്മനിൽ അങ്ങനെയല്ല. ജർമ്മനിൽ ഈ ദ എന്നൊരു വേർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഈ കേസ് വെച്ചത് മാറും. ഓക്കെ, ചിലപ്പോൾ അത് ഡി ആവും, ചിലപ്പോൾ ഡി മാറി ഡെർ ആവും, ദസ് ആവാം, ദേം ആവാം, എന്തും ആവും. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവണം അത് ഏത് കേസാണെന്ന്. ഏത് കേസാവാന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടു, ആ സെൻറ്റൻസ് നമുക്ക് മനസ്സിലായി, ആ ഒരു നോമിനേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അതിൻ്റെ ആ ഒരു നോമിനേറ്റീവ്, ഞാനിപ്പോൾ പറയുവാണ് ഒരു ആപ്പിള് ഫ്രം. ഓക്കെ, അപ്പോൾ എനിക്കത് പറയണം ദ ആപ്പിൾ ഇസ് ബിഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ അതിൻ്റെ സബ്ജക്റ്റ് എന്താ പറയുന്നത്, ആപ്പിള്, ദ ആപ്പിൾ. ഈ ഇസിൻ്റെ ഇത് പറയുന്നത് ദ ആപ്പിളാണല്ലോ. അപ്പോൾ അത് നോമിനേറ്റീവ് ആണെന്ന് മനസ്സിലായി. ആപ്പിളിൻ്റെ ആർട്ടിക്കിൾ നമുക്ക് ഡെർ ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതിൽ വരുമ്പോൾ ഡെർ ആപ്പിൾ എന്ന് വന്നു. അപ്പോൾ അക്യൂസാറ്റീവിൽ നോമിനേറ്റീവിൽ ദൻ്റെ ഫോം ഡെർ ഡി പ്ലസ് ഡി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡെർ ആപ്പിൾ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഡെർ ആപ്പിൾ എന്ന് വരും. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ദർ ആപ്പിൾ അല്ലെങ്കിൽ ദർ ആപ്പിൾ ഇസ് റോട്ട്, ദ ആപ്പിൾ ഇസ് റെഡ്. ഇനി ഞാൻ പറയാം എ ആപ്പിൾ, ഒരു ആപ്പിൾ റെഡാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുമ്പോൾ ഈ ഡെർ മാറി അത് ഐനാവും. ഓക്കെ, ഡി മാറി ഐനയാവും, ദസ് മാറി ഐനാവും. പക്ഷെ പ്ലൂറൽ വരത്തില്ലല്ലോ. പ്ലൂറൽ എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ, എ എന്ന് പറയുമ്പോൾ ഒന്നാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആപ്പിൾ ഡെറാണ്, പക്ഷെ എനിക്ക് വേണ്ടത് എ ഫോർമാറ്റിലാണ്. അപ്പോൾ എന്ത് വരും, ഡെറിൻ്റെ എ ഫോർമാറ്റ് എന്തുവാ, ഐൻ. അപ്പോൾ ഐൻ ആപ്പിളിസ്റ്റ് റോട്ട്. ഇനി ഞാൻ പറയാ, ഞാനിപ്പോൾ കടയിൽ പോയി, അതിൽ ഒരു ആപ്പിളും റെഡല്ല, എല്ലാം പച്ചയാന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ എന്ത് പറയും, നോ ആപ്പിൾ ഇസ് റെഡ്, നോ ആപ്പിൾ ഈസ് റോട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോയിൻ്റെ വേർഷൻസ് ആണ് കൈനെ വരുന്നത്. അപ്പോൾ നോ ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്കറിയാം ആപ്പിൾ ഡെറാണ്, അപ്പോൾ കൈൻ. അപ്പോൾ എന്ത് പറയും, കൈൻ ആപ്പിൾ ഈസ് റോട്ട്. ഇനി നമ്മൾ പറയാ എൻ്റെ ആപ്പിൾ റെഡാണ് പക്ഷേ എന്ന് പറയുമ്പോൾ എന്ത് പറയും, സെയിം തന്നെ ആപ്പിൾ ഡെറാണ്, ഡെറിൻ്റെ മൈ ഫോർം എന്തുവാ, മൈൻ. അപ്പോൾ മൈൻ ആപ്പിൾ ഇസ് റൂട്ട്. ഇപ്പം മറ്റൊരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണെന്ന്. ആ സെയിം തന്നെ. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ വർഷം വെച്ച് പഠിക്കുക. ഡെർ ടി ദസ് ഡി അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാൻ നോക്കാം. ഒള്ളി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ്റെ അവിടെ ഒരു ഇ ചേർന്നു, പ്ലൂറലും ഇ ചേർന്നു. ഓക്കെ, അപ്പോൾ യോർ എന്ന് പറയുമ്പോൾ ദൈനെ, അത് പക്ഷേ എന്തായിരിക്കും, ഇൻഫോർമലാണ്. ഹിസ് എന്ന് പറയുമ്പോൾ സൈനായി, അവളുടെ ഹർ എന്ന് പറയുമ്പോൾ ഇയറായി, നമ്മുടെ എന്ന് പറയുമ്പോൾ ഉൻസറായി, അവരുടെ എന്ന് പറഞ്ഞപ്പോൾ ഒയറായി. അക്കോർഡിംഗ്ലി ഇത് മാറും. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ ഫ്രൗ. ഓക്കെ, നമ്മൾ നേരത്തെ എത്തിയില്ലേ, ഫ്രൗ ലീസ്റ്റ് അയൺ ബുക്ക്. പെണ്ണൊരു ബുക്ക് വായിക്കുക. ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ പെണ്ണൊരു ബുക്ക് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആരാ ബുക്ക് വായിക്കുന്ന പെണ്ണ്. അപ്പോൾ പെണ്ണെന്തായി, നോമിനേറ്റീവ് സബ്ജക്റ്റായി, നമുക്ക് മനസ്സിലായി. ഇനി പെണ്ണിൻ്റെ ആർട്ടിക്കിൾ എന്തുവാ, പെണ്ണാണല്ലോ.
അപ്പോൾ എന്തായാലും ഡി ആയിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ ഡി. ഇനി എൻ്റെ പെണ്ണ് എന്ന് പറയുമ്പോൾ അവറായി, എൻ്റെ. ഓക്കെ, ഡീൻ്റെ താഴെ വന്ന് എന്തായിരിക്കും? ഉൻസറ്. അപ്പം എന്തായി? ഉൻസറ്, അവർ, ഉൻസർ. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഉൻസർ. ഓക്കെ, എൻ്റെ എന്ന് പറയുമ്പോൾ മൈ. അപ്പം എന്ത് പറയാം? മൈനെ ഫ്രൗ ലീസ്റ്റൈൻ ബുക്ക്. അപ്പോൾ മനസ്സിലായി നോമിനേറ്റീവ്. സത്യം പറഞ്ഞാൽ ഈ കേസസ് എല്ലാവരും പറയും പാണാന്നൊക്കെ പറയും, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമാണ്. ഓക്കെ, സോ എത്ര മനസ്സിലായി. ഇപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഏത് കേസാണെന്ന് നോക്കണം, അതായത് ഏത് ആർട്ടിക്കിളാണെന്ന് നോക്കണം. ഇനി നമുക്ക് എന്താ പറയുന്നത്, ദയാണോ എ ആണോ അല്ലെങ്കിൽ നോ എന്നാണോ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ്ലി നമുക്ക് സെൻറ്റൻസ്